ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ടൂറാണ്. ഹോം ടൂർ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ ഹോം ടൂറാണ്. അതായത് എൻ്റെ വീട് മൊത്തം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഹോം ടൂറാണ് കാണിക്കുന്നത്. അപ്പോൾ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം. ഇതാണ് എൻ്റെ വീട് ഗൈസ്. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഇപ്പുറത്താണ് വേറെ വീട്. ഇതാണ് എൻ്റെ വീട്. അന്നേരം നോക്കാം ഗൈസ്. അപ്പോൾ അവൻ കാത്തിടുക. മുമ്പിൽ തന്നെ എൻ്റെ അമ്മാമ്മേനെ അനിയനെ എന്തോ കഴിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓ എന്തോ അവിടെ ഇത് മോമ്പേ മൊത്തം കുറുക്ക്. അത് തന്നെ ബൈ. അപ്പോൾ ഇതാണ് ഗേറ്റ് തുറന്നിട്ടേക്കാണ്. അപ്പോൾ നല്ല ഇതാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇപ്പോൾ എന്താ താഴെയാണ് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ താഴെയാണ് ഞങ്ങളെ വീട്. അതായത് ഇവിടെയാണ് ഞങ്ങളെ വീട്. മുകളിൽ വേറെ ആൾക്കാരാണ്. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇതാണ്ട് പിന്നെ അത് ഇവിടെ ചെടിയൊക്കെ ഉണ്ട്. കറ്റാർവാഴയാണ്. കറ്റാർവാഴയും ഓയിൽ എന്തൊക്കെയോ ഉണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഊഞ്ഞാലായിരുന്നു കേട്ടോ. ഊഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കെട്ട ഫലമില്ലാത്തതുകൊണ്ട് മരിച്ചേക്കാണ്. ചീത്തയും കണ്ടാവും. ചീത്ത അരിക്കുകയാണ്. എന്തായാലും കെട്ടാൻ പറ്റില്ല, ഫലമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ. നമുക്ക് ആദ്യം എന്തായാലും വീടിൻ്റെ പുറമല്ല എന്ന് കാണാം. നമുക്ക് കാത്തോട്ട് കയറാം. ഇതൊക്കെയാണ് കാണാം. ബാക്ക് വശത്തേക്ക് പോകുന്ന വഴി നമുക്ക് പോകാം. എന്തായാലും കണ്ടില്ലേ? ഇങ്ങനെ ഇപ്പുറത്തെ വേറെ വീടാണ് കേട്ടോ. ഇങ്ങനെയാണ് കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ ഇടയ്ക്ക് ചില പുഴു വളർത്തുന്ന പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇത് കെമിക്കൽ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് കുറേ കറുത്ത പുഴു വളർത്തുന്ന പോകുമ്പോൾ കറുത്ത പുഴു വളർത്താം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് വരാതിരിക്കേണ്ട കെമിക്കൽ ഇട്ടേക്കുക. ഈ വെള്ള കളറിൻ്റെ പൊടി വളർത്തുക. അപ്പോൾ ഇതിട്ട ശേഷം ഇപ്പോൾ എൻ്റെ പുഴു വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ നാളാണല്ലേ ഇങ്ങനെ തണ്ട. ഇത് വേസ്റ്റ് ഇടാൻ ഇത് വേസ്റ്റ് ഇടാൻ കേട്ടോ. ഇത് കത്തിക്കാനും ഇത് വേസ്റ്റ് ഇടാനും ഇത് കത്തിക്കാൻ തന്നെ. പിന്നെ ഇപ്പോൾ വേസ്റ്റ് വിടുന്നില്ല. പിന്നെ അത് വേസ്റ്റിൽ കത്തിക്കുക. അപ്പോൾ അത് തന്നെ. പിന്നെ പ്ലാസ്റ്റിക് കാരൊന്നും ഞാൻ വിടാറില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണല്ലേ. ഇതൊന്നും വൃത്തി വീറൊന്നുമില്ല എന്ന് നോക്കണ്ടേ നിങ്ങൾ. ഇതൊക്കെ തന്നെയാണല്ലേ. പിന്നെ ഇവിടെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടേക്കുന്നു. അതൊക്കെ തന്നെ. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു പാക്കിൻ്റെ മരമുണ്ട്. കണ്ടോ? ഇവിടെ ഇത് ഞങ്ങളല്ല. ഇത് അപ്പുറത്ത് വേറൊരു വീടാണ്. കണ്ടില്ലേ? ഇത് തന്നെ. പിന്നെ ഇവിടെ കണ്ട തുണി കഴുകാനുള്ള കല്ല്. ഇത് തന്നെ. പിന്നെ പൈപ്പ്, പൊട്ടിയ കസാര, ജന്നൽ, പിന്നെ അതൊക്കെ തന്നെ. ഇവിടെ ഷീറ്റുണ്ട്. ഇതാണ് നമ്മൾ അടുക്കള. നമുക്ക് അപ്പോൾ അകത്തോട്ട് കയറാം. ഇനിയിപ്പോൾ തൽക്കാലം നമുക്ക് കറങ്ങി നമുക്ക് മുമ്പോട്ട് പോവാം. പോവാം. പിന്നെ കിണർ, പിന്നെ ഇതൊക്കെ തന്നെ. ടേബിള്, മേളത്തെ അങ്കിളിൻ്റെ അതിൻ്റെ ബൈക്കും സ്കൂട്ടറൊക്കെ ഒരു കാറ്. അപ്പോൾ അതൊക്കെ ഇതാണ്ടല്ലേ. മുളക് ചെടികളൊക്കെ വേണ്ട. ഇത് വിറകിട്ടേക്കോട്ടെ. വിറക് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം ഗീസ്. അപ്പോൾ നമ്മളാണ് അകത്ത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ സ്ഥലമാണ്. പിന്നെ ഇവിടെ ചെടിയുണ്ട്. കൊണ്ട് അവിടെ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അകത്ത് കയറുവാണ്. വലുതുകാല് കയറിയല്ലോ ഗീസ്. വേണ്ട വലുതുകാല് കയറിയിരിക്കുകയാണ് ഗീസ്. അപ്പോൾ അവിടെ കസേര, സൈക്കിള്. വേണ്ട ഇതിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണിത്. പിന്നെ ഇത് വാക്കർ. പിന്നെ ഇത് ഒരു കൊണ്ടുവന്ന സൈക്കിള്. ഇനി അത് ഇരുന്ന് ചവിട്ടാനും പറ്റും. ഇപ്പോൾ ചവിട്ടാണെന്ന് കൂടെ കാറിന് നിർത്തപ്പില്ല ആവുന്നത്. അതുകൊണ്ട് പിടിക്കാൻ ഹാൻഡിലും ഉണ്ട്. കേട്ടോ. ഇത് വെച്ച് നമുക്ക് വളയ്ക്കാൻ. കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇത് വെച്ച് നമുക്ക് വളയ്ക്കാൻ. കണ്ടോ? ഇത് വെച്ച് നമുക്ക് വളയ്ക്കാനൊക്കെ പറ്റും. പിന്നെ തൊട്ടിൽ എന്തിനാണെന്ന് വാങ്ങിച്ചോളൂ അറിയത്തില്ല അല്ലേ അമ്മ? ഒരു കാര്യമില്ലായിരുന്നു. വന്ന് ഒരു ദിവസം കണ്ട ഇപ്പം കിടന്ന് പിറ്റേ ദിവസം കിടക്കത്തേ ഇല്ല. വെറുതെ വാങ്ങിച്ചു. ഇതിൻ്റെ വില എത്ര? 3000 രൂപ. 3000 എടുത്ത് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് വെറും ഒന്നൊരു ഇതില്ല. പിന്നെ ഉപകാരം എന്ന് പറഞ്ഞാൽ കിടക്കുന്നില്ല. പിന്നെ ഉപകാരം ഇത് പറഞ്ഞില്ലേ? അത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. കണ്ടില്ലേ? ഇതേപോലെ അതിൻ്റെ കളിപ്പാട്ടവും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. അത് തന്നെയാണ് പ്രയോജനം. ആ ഒരു ഫോൺ പിന്നെ കിടന്നിട്ടേ ഇല്ല. പിന്നെ ഒരു തൊട്ടിൽ കെട്ടി നല്ല തുണി വെച്ച് അത് അതിനകത്ത് മാത്രമേ കിടക്കത്തുള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഇവിടെ കൊട, ചോറെടുത്തപ്പോൾ മൊത്തം അഴുക്കാക്കി. പിന്നെ ഇവിടെ നല്ല ഹൾക്ക്, പൂച്ച, ബൊമ്മയൊക്കെ. പിന്നെ അവിടെ കളിപ്പാട്ടം, ടേബിള്. പിന്നെ ഇവിടെ ഒരു ബൊമ്മ. പിന്നെ ഇവിടെ ഒരു ടെഡി ബിയർ. ഇതാണ് ഇതാണ് ടെഡി ബിയർ. ഇത് ഗിഫ്റ്റ് കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ബൊമ്മയാണ്. പോയി ആള് പോയി. പിന്നെ കുറേ ബാഗ്, വീണ്ടും കിറ്റ്, സ്കൂളിൽ കൊണ്ടുപോകണം. പിന്നെ പട്ടി,
ഡ്രസ്സുകൾ ഇവിടെ ഏതാണ്ട് ഇതിൻ്റെ ഇവിടെ ഒട്ടിച്ചോക്കുന്ന സാധനമായിരുന്നു. അതൊക്കെ പോയി ഇവിടെ ആയിരുന്നു ഒട്ടിച്ചോക്കുന്നത്. ഈ പാമ്പല ഒട്ടിച്ചോക്കണ്ടായിരുന്നു ഈ സാധനം. ഈ ആനക്കുട്ടിയെ ആനക്കുട്ടി കണ്ണൊന്നുമില്ല കേട്ടോ, അതൊക്കെ പറിച്ചു കളഞ്ഞു. അപ്പം പോടാ, ഓ കറങ്ങി ഇടില്ല. പിന്നെ കാണാനില്ലേ മുകളിൽ ബൊമ്മകൾ, ഫ്രോക്ക്, പിന്നെ കലണ്ടർ. ഇവിടെ തന്നെ എൻ്റെ ഒരു കുട പണ്ട് വാങ്ങിച്ചോട്ടെ. എപ്പോഴാണ് ഇവർ ഞാനൊരു മൂന്നിലോ നല്ല പഠിക്കുമ്പോൾ വാങ്ങിച്ച കുടയും കാണും. എപ്പോഴും നന്നായി. പിന്നെ മഴ കഴിഞ്ഞിട്ടുണ്ടാക്കും. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ വിളക്കത്തിക്കുന്ന സ്ഥലം, ദൈവങ്ങളുടെ ഫോട്ടോ, അതൊക്കെ തന്നെ. പിന്നെ എൻ്റെ അനിയന് പിന്നെ കുട്ടികൾ TV കണ്ടില്ലെങ്കിൽ ഇതായിരുന്നു വെച്ചാൽ തീരെ പരിപാടിയില്ല, പരസ്യങ്ങൾ കണ്ടേ പറ്റും അല്ലേ അമ്മ? പറ ആണല്ലേ അമ്മ? പരസ്യം കണ്ടേ പറ്റും. അതാ TV പരിപാടി ഒന്നും കാണണ്ട, പരസ്യം ഉണ്ടാവും. നിനക്ക് എന്തൊക്കെ ഇങ്ങനെ ഒരു മൈൻഡില്ല, പരസ്യം വേണ്ടാന്ന് തോന്നുന്നു, മൈൻഡില്ല. പോട്ടെ. അപ്പോൾ ഇത് അവന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയാണ് ഈ സാധനം. ആണല്ലേ ഈ കഴുകി ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ആണ് ഡൈനിങ് ടേബിള്, ഫുഡ് ആണ്. അവക്കാടോ കൊടുക്കണം അവന്, കണ്ടില്ലേ? പിന്നെ അവൻ്റെ ഫുഡ് പിന്നെ എൽച്ചിൻ്റെ ചിപ്സ് തീർന്നു കേട്ടോ. പിന്നെ ഗ്ലാസ്. പിന്നെ ഇവന് എത്രയോ മാസമുള്ളപ്പോൾ ഒരു വാങ്ങിച്ചത് കാണാൻ പറ്റും. എൻ്റെ അമ്മ അതൊക്കെ വാങ്ങിച്ചാണ്. എന്തോ കളിക്കാനൊക്കെ ഇതിന് എന്തോ കാണാനൊക്കെ പറ്റുമെന്ന് പറയും. കുഞ്ഞിൻ്റെ ബ്ലാക്ക് കളറിൽ മാത്രമേ കാണാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാണെങ്കിൽ. പിന്നെ ഫ്രൂട്ട്സിൻ്റെയും പഴം അതൊക്കെ തന്നെ ഇതാണ്. അപ്പോൾ പിന്നെ കണ്ട് ഇത് വാഷ് ബേസാണ്. ആണ് ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇതാണ് കണ്ട ഇത്. പിന്നെ ഇതുണ്ട്, അതായത് ഒരു കർട്ടനല്ല, സോറി, ടവലുണ്ട്. പിന്നെ ഇതാണ് വാഷ് ബേസിൻ, സോറി വാഷ് ബേസിൻ. ഓക്കെ, അങ്ങനെയാണ് കറക്റ്റ്. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ ഇതുകൊണ്ട് കൂടെ ഉണ്ട്. ഇത് അഴുക്കായ ഡ്രസ്സ് ഇടുന്ന സ്ഥലം, തയ്യൽ മെഷീൻ, ഹെൽമെറ്റുകൾ, ബാഗ്, ഷട്ടിൽ കോർക്ക്, ഷട്ടിൽ ബാറ്റും ഷട്ടിൽ കോർക്ക് എല്ലാം അതിനകത്തുണ്ട്. ഞാൻ കളിക്കുന്നത് പണ്ട്, ഇപ്പം കളിക്കുന്നില്ല. സ്കൂൾ തുറന്നുകൊണ്ട് ഇപ്പോൾ കളിക്കുന്നില്ലേ, സ്കൂളിൽ അവധിയാവട്ടെ കളിക്കാം. അപ്പോൾ അതിൻ്റെ വീട്ടിൽ വാങ്ങി കളിക്കുന്നത്. പിന്നെ കാണാനില്ല ബലൂൺ വീർപ്പിച്ച സാധനമൊക്കെ. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചു കേട്ടോ. അതായത് വാങ്ങിച്ചല്ല, എൻ്റെ അച്ഛൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തുകൊണ്ട് ഓഫീസിൽ ഇരുന്നായിരുന്നു. ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നാൽ അച്ഛന് സ്വന്തം ഒരു ഓഫീസ്, അതുകൊണ്ട് അവിടെ അച്ഛൻ്റെ ഉദ്ഘാടന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട്, ബലൂൺ വീർപ്പിക്കാൻ വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ട് വന്നു. അതുകൊണ്ട് ഇഫാണ്ട് അതാണ്ട് എടുത്തിട്ട് അതാണ്ട് ഇത് വാഷിംഗ് മെഷീൻ, ഇത് ബലൂൺ വീർപ്പിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഉള്ളൂ. ഇനി കാണാം, നമുക്കിനി റൂമിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ എൻ്റെ റൂമാണ്. കമോൺ. അപ്പോൾ ഫസ്റ്റ് പിന്നെ എൻ്റെ റൂമാണ് കാണിക്കണത്. ലൈറ്റ് ഇടാൻ ലൈറ്റ് കൊള്ളൂല, ലൈറ്റ് ഇടാം. ഓ കിട്ടുന്ന വെട്ടം. ഇതൊക്കെ തന്നെ ഡ്രസ്സുകൾ, എൻ്റെ ബന്നീനൊക്കെ ഉണ്ടോ ഇതൊക്കെ. അപ്പോൾ എൻ്റെ ചാർജർ, ഫോണിൻ്റെ ചാർജർ, സ്പീക്കർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാനൊക്കെ. അപ്പോൾ കൊണ്ട് വാങ്ങിച്ചു വെച്ചാൽ സ്പീക്കർ. പക്ഷേ ഭക്ഷണമൊക്കെ രണ്ട് തുരുമ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഡയറി, പേന, DVD പ്ലെയർ, എൻ്റെ TV ആട്ടോ പഴയ. എൻ്റെ CD ഒക്കെ ഇരിപ്പുണ്ട്, കാർട്ടൂണിൻ്റെയും പിന്നെ പഴയ സ്കൂളിൻ്റെ കുറേ എന്തൊക്കെ ആനുവൽ ഡേ അതിനെക്കുറിച്ച് ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ എടുത്ത് കാണും, ഓർമ്മ പുതുക്കാൻ. അപ്പോൾ അതിൻ്റെ വേണ്ടി പിന്നെ എനിക്ക് ഒരു അവാർഡ് കിട്ടിയതാണ്. അവാർഡ് എന്ന് പറഞ്ഞാൽ അവാർഡെന്ന് വെച്ചാൽ പറയാം, അവാർഡ് പറയല്ല, എനിക്കൊരു മത്സരം ജയിച്ചതിന് എൻ്റെ പഴയ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഞാൻ അപ്പോൾ ഞങ്ങളൊരു കാറ് വാങ്ങിച്ചത് പണ്ട്, ഒരു ഓൾട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ എടുത്തേക്കാണ് എൻ്റെ പഴയ ഫോട്ടോ ഇത് കിട്ടിയത്. ആ ഓട്ടോയുടെ ഫോട്ടോ മാറ്റിച്ചേക്കാട്ടോ. അതെവിടെയാണെന്ന് അറിയാം, എനിക്കും അറിഞ്ഞുള്ളൂ, എൻ്റെ അപ്പൂപ്പനായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അന്നതിൻ്റെ ഇതെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ആ ഫോട്ടോ മാറ്റി ആ പിന്നെ ആ കാർ ചോദിക്കും, എവിടെ ആ കാർ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കൊടുത്തു കേട്ടോ. അത് പൈസയ്ക്ക് അത്യാവശ്യം നമ്മളൊക്കെ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് കൊടുത്തു പോട്ടെ. അപ്പോൾ അതിൻ്റെ പിന്നെ അവിടെ ഇവിടെ പെർഫ്യൂം ഇരിപ്പുണ്ട് കേട്ടോ. പെർഫ്യൂം ഞാൻ അടിച്ചു തീർക്കുവാണ്. ഞാൻ വെള്ളിൽ പോകുമ്പോൾ അടിക്കും. പിന്നെ ഒരു കണ്ണാടി, ഇത് അവൻ്റെ ഡ്രസ്സിൻ്റെ എന്തോ സാധനമാണ്, അവൻ തന്നെ ഇളക്കിയിട്ടാണ്, കുഴപ്പമില്ല. പോട്ടെ. പിന്നെ എൻ്റെ മാമൻ്റെ പഴയ പണ്ടത്തെ ഫോട്ടോ. അതെ. പിന്നെ ബുക്ക്, എൻ്റെ അമ്മാമ്മ മലയാളം മനോരമ, എന്ത് വേറെ വേറെന്തായിരുന്നു, മനോരമ വീക്കിലി. അപ്പോൾ അത് വായിക്കും. അപ്പോൾ അതുകൊണ്ട് വായിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പിന്നെ കാണും ഇവിടെ കണ്ടില്ലേ, റൊണാൾഡോ എൻ്റെ ഇഷ്ടമുള്ള ഫുട്ബോൾ കളിക്കാരനാണ്. അത് ഒട്ടിച്ചേക്കാണ്. കഴിഞ്ഞ ഒരു 2022 വേൾഡ് കപ്പില്ലേ, 2022 വേൾഡ് കപ്പ്. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചു വെച്ചാണ്. കാരണം ആ സമയത്ത് വേൾഡ് കപ്പിൽ റൊണാൾഡോയ്ക്ക് എന്നൊക്കെ വിചാരിച്ചു, കുഴപ്പമില്ല, തോറ്റുപോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വർഷത്തെ വേൾഡ് കപ്പ് പിടിക്കും ഞങ്ങൾ. അപ്പോൾ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒട്ടിച്ചു. അപ്പോൾ അന്ന് വാങ്ങിച്ച് ഒട്ടിച്ച് വെച്ചാണ്. പിന്നെ ഈശോയുടെ പടം, പിന്നെ ഒരു കണ്ണാടി, ഹലോ. പിന്നെ ഇത് അലമാരിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ പെട്ടിയുണ്ട്, ഇവിടെ പെട്ടിയുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഡ്രസ്സുകൾ, പിന്നെ തോർത്ത്. അപ്പോൾ തോർത്ത് ഞാൻ കുളിച്ചിട്ടുണ്ടോ, എനിക്ക് എത്ര കൊണ്ട് കുളിച്ചിട്ട് തോർത്ത് നനഞ്ഞ തോർത്ത് എടുത്ത് കട്ടിലിരിക്കുന്നത് ഇതേപോലെ
എറിയുന്ന സ്വഭാവം ഇഷ്ടമാണ് കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇടയ്ക്കിട്ടുണ്ടായി, ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്, മാറുന്നില്ല. അപ്പോൾ നമുക്ക് മാറ്റാൻ അതിലൊരു പറ്റിയാണ്. അപ്പോൾ നമ്മളെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ്. പിന്നെ എൻ്റെ നിക്കർ കുളിച്ചിട്ട് നിക്കർ മാറ്റി ഓക്കെ. ഇതാണ് ഞങ്ങളുടെ കട്ടിൽ കണ്ടില്ലേ. ഇത് 2 കട്ടിൽ ഇതാക്കിയിട്ടേക്കും കേട്ടോ. ഇതൊരു കട്ടിൽ, കുഞ്ഞു കട്ടിൽ, ഇത് വലിയ കട്ടിൽ. അപ്പോൾ രണ്ടും കൂടെ അടുപ്പിച്ചിട്ടേക്കുവാണ് കേട്ടോ. അതായത് രണ്ടും കൂടെ അടുപ്പിച്ചിട്ടേക്കുവാണ്. അതുകൊണ്ടാണ് അത്ര വലിപ്പം. എനിക്ക് എൻ്റെ ക്യാമറ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിൽ കാണിക്കാനുള്ളത്. ഇതൊക്കെയാണ് ഈ റൂമിൽ കാണിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. ഹലോ. പിന്നെ എൻ്റെ എൻ്റെ അനിയൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ചെറുതായിപ്പോൾ, അപ്പം അതുകൊണ്ട് മാറ്റിയിട്ട് വച്ചേക്കുന്നതാണ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ബാത്റൂം, ക്ലോക്ക്, അതൊക്കെ തന്നെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിയുമ്പോൾ അടുത്ത റൂമിലോട്ട് പോകാം. കമോൺ. അപ്പോൾ അടുത്ത റൂം അതാണ്. അടുത്ത റൂമിൽ അച്ഛനമ്മ നടന്ന റൂമാണ്. ലൈറ്റ് ഉണക്കട്ടെ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് കണ്ടേ, ഇവിടെ അൽമാരി, ബാത്റൂം, ഇവിടെ കണ്ണാടിയുണ്ട്. ഹലോ ഗേഫ്, എന്തൊക്കെ അഴിക്കൊക്കെ പറ്റിയിരിക്കുകയാണ്. ഇതാരേ ഇടയ്ക്കിടെ നിന്ന് ഹലോ എടാ നിനക്ക് നിക്കറിട്ടൂടാ അപ്പടാ ഗേഫ്. അപ്പോൾ ഞാൻ ഈ നിക്കറൊന്നും ഇട്ടില്ലെന്ന് അപ്പോൾ എടുത്തും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു. ആള് പോവാട്ടോ. ഓക്കെ ബൈ. ഇവിടെ ഒരു കണ്ണാടി, ഇവിടെ അൽമാരിയാണ്. ഇതും അഴിക്കൊക്കെ പിടിച്ചിരിക്കണം കണ്ണാടി. ഇപ്പം എന്തായാലും ഹലോ പറഞ്ഞേക്കാം. ഹലോ ഗേഫ്. പിന്നെ ഇവിടെ കുറേ ബാഗ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത കുറച്ചൊക്കെ. പിന്നെ കർട്ടൻ, പിന്നെ തൊട്ടിലെന്ന് പറഞ്ഞില്ലേ, തൊട്ടിൽ ഇതാണ്. തുണി കഴിച്ച് കെട്ടിയ തൊട്ടിലാണ്. പിന്നെ ഷീറ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനപ്പം ബെഡ്ഷീറ്റിലൊന്നും വരികളും തുണിയല്ല, ഇപ്പം മെറ്റീരിയലാണ് കേട്ടോ അത്. ഇതാണ്ട് ഒരു എന്താ പേരെന്തോ പറയരുതല്ലേ, മറന്നു എന്തോ അവന് പറയരുത്. ഒരു പേര് പറഞ്ഞിട്ടുണ്ടായാലും മറന്നു വെച്ച് കുഴപ്പമില്ല. പിന്നെ തലയാണി, അതാണ് കട്ടില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണുള്ളത്. ബാത്റൂം, ഇക്കൊണ്ട ഫോർ ഏതാണ്ട് കുറേ സാധനങ്ങൾ, അച്ഛനമ്മയുടെ കല്യാണ ഫോട്ടോ, ഡ്രസ്സ്, അവരുടെ ഡ്രസ്സുകളൊക്കെ, പിന്നെ കുറേ അമ്മയുടെ മേക്കപ്പ് സെറ്റ്, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ താഴെക്കാണ് ഇത് കണ്ടില്ലേ, അത് എൻ്റെ ബുക്സൊക്കെ സാധനം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, എൻ്റെ പഠിക്കുന്ന ബുക്സ് കാര്യങ്ങളെല്ലാം നടക്കുന്ന സാധനമാണ്. മൊത്തം അലങ്കോലായി കിടക്കുവാണ്. എനിക്ക് എല്ലാം അലങ്കോലായി കിടക്കുവാണ്. അപ്പോൾ അടിപ്പറക്കി വെക്കണം ഗിഫ്റ്റിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടുത്തെ എല്ലാം ഈ റൂമിലെല്ലാം കഴിഞ്ഞു തോന്നുന്നു. അല്ല കഴിഞ്ഞു. പിന്നെ അവന് വെട്ടമടിക്കാതിരിക്കാണ്ട് വെച്ചേക്കാം തുണിയല്ല കർട്ടൻ ഇട്ടേക്കാണ്. അവൻ വെട്ടമടിക്കുക. ഇത് ഈ കർട്ടൻ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും വെയിലടിക്കും. അതുകൊണ്ട് അതിന് മുകളിൽ കൂടെ ഒരു ബെഡ്ഷീറ്റ് ഇട്ടേക്കുവാണ്. ഇതൊക്കെയുള്ള കാണിക്കാൻ. അപ്പോൾ ഇത്ര ഉള്ളത് കാണിക്കാൻ നമുക്ക് എന്തായാലും ഇവിടെ വെളിയിറങ്ങട്ടെ. നമുക്ക് ബൈ എന്ന് പറയാം. ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞില്ല, എങ്ങനെയാണ് ബൈ എന്ന് പറയുന്നത്. അപ്പം കമോൺ നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ലൈറ്റ് ഓഫ് ചെയ്യുവാണ്. പിന്നെ ഈ സമയത്ത് കാണിച്ച TV-യുടെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കാണും. ഇനി നമുക്ക് നേരെ പോകുമ്പോൾ അടുക്കളയിലേക്കാണ്. അടുക്കള വെട്ടമില്ല, ഉണ്ട്. നമുക്ക് എല്ലാ വെട്ടം മാറിയിട്ടുണ്ട്. ഫാൻ ഇട്ടോ അതിൻ്റെ ഇടയ്ക്ക്, അത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കഥവുണ്ട്. പിന്നെ ലൈറ്റ് ഇതൊക്കെ സ്വിച്ചൊക്കെ ഇടാറുണ്ട്. പിന്നെ ഒരു ഫാൻ, ചാക്ക്, ഫ്രിഡ്ജ്, ഹോർലിക്സിൻ്റെ ഒരു കാലിക്കുപ്പി, അത് കപ്പലണ്ടി ഇട്ടേക്കുന്നത്. ഇപ്പോൾ കപ്പലണ്ടി, പിന്നെ ഈ കുപ്പി, വാട്ട, വെല്ലം തന്നെ. കുക്കർ, പണ്ടത്തെ കുക്കറാൻ കണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് പണ്ടത്തെ കുക്കറല്ലേ അമ്മ? പിന്നെ ഇപ്പോഴുണ്ടാ ഇത്? ഇപ്പോഴുണ്ടാ? ഇതിപ്പോഴുണ്ടെന്ന് കാണുന്നില്ല. ഇത് എൻ്റെ സ്നാക്സ് ഒക്കെ ഇടുന്ന ഡപ്പ, സവാള ഇടുന്ന സാധനങ്ങളൊക്കെ ഉള്ളത്. സവാള കൊച്ചുള്ളിലേക്ക് പറഞ്ഞിട്ട് ഇടുന്നതാണ്. പലക്കറി കുറച്ചൊക്കെ ഇട്ടുന്ന സ്ഥലം. പിന്നെ കളിക്കുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഇതിൻ്റെ മുകളിലൊക്കെയാണ് സാധനങ്ങളൊക്കെ വെക്കുന്നതെല്ലാം. അതായത് കുപ്പി, ഇതൊക്കെ ആണല്ലേ. പുതിയ ഗ്ലാസ്സുകൾ, ഇതൊന്നും എടുക്കത്തില്ല. ഇതൊക്കെ ഗിഫ്റ്റ് വരെ മാത്രം എടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ഗിഫ്റ്റ് വരെ മാത്രം കാണാൻ പറ്റും. ഇതും ഡൈനിങ് ടേബിൾ ഇതാണല്ലേ. ഇതൊക്കെ ഗിഫ്റ്റുകൾ മാത്രം വരുമ്പോൾ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങളുടെ അവില് വാങ്ങിച്ചിട്ടുണ്ട്. സോപ്പ് കാര്യങ്ങളാണല്ലേ. ഇവിടെ മൊത്തം അലങ്കോല കിടക്കണ്ട, എല്ലാം വൃത്തിയിടക്കുവാണ്. വൃത്തിയാണ് ഇതൊക്കെ വൃത്തിയാണ്. ഞാനല്ല എൻ്റെ അമ്മ, അല്ലെങ്കിൽ അമ്മ. അപ്പം അതൊക്കെയാണ്. എന്ത് പാനാണ് അത്? പാനാണ്. പേരെന്താ അതിൻ്റെ? കമ്പിളിന്നായിരിക്കാം, എന്തോന്നായിരിക്കാം. പിന്നെ ആണ് റോസ്മേരി വാട്ടർ. റോസ്മേരി വാട്ടർ എനിക്ക് സാധനം കിട്ടാണ്ടില്ല. റോസ്മേരി വാട്ടറാണ്. ഇത് തീർന്നപ്പോഴത്തേക്കും അമ്മ ഇപ്പോൾ എന്തോ അടിക്കാനൊക്കെ ഉപയോഗിച്ചു കേട്ടോ. റോസ്മേരി ഇത് മൊത്തം അടിച്ച് തീർന്നു. പക്ഷെ ഇത് നല്ല പ്രോഡക്റ്റ് ആട്ടോ ഇത് റോസ്മേരി. ഇപ്പോഴും അമ്മ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു കുപ്പി തീർന്നു, വേറെ കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്.
മുടി അടിക്കുമ്പോൾ പെട്ടെന്ന് മുടിയൊക്കെ വളയും കേട്ടോ. ബേബി ഹെയർസൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. പിന്നെ ചായ, അമ്മമ്മയുടെ ചായ ഇടുകയാണ്, അതിന് വെള്ളം തിളപ്പിക്കുകയാണ്, അതൊക്കെ തന്നെ. ഇനി അടുത്ത് നമുക്ക് കാണാം, അടുത്ത് നമുക്ക് കാണാം. ഇത് വർക്ക് ഏരിയ കേട്ടോ, വർക്ക് ഏരിയ അല്ലേ. മൊത്തം വെള്ളമൊക്കെയാണ്, പാത്രം കഴുകി കഴിഞ്ഞുള്ള തോന്നണം. പിന്നെ മടപ്പാപ്പർ, പാന്, സ്റ്റീൽ പാത്രങ്ങൾ, ഇതൊക്കെ തന്നെ അല്ലേ. പുട്ടുകുറ്റി, താഴെ വേറെ വേറെ പാത്രങ്ങൾ, ഗ്യാസ്, അതൊക്കെ തന്നെ. പിന്നെ കദബ്, പിന്നെ ഇവിടെ അടുപ്പുണ്ട് കേട്ടോ. മൊത്തം അലങ്കോലാണ് ഇത് കാണാൻ. ഇത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇവിടെ വെക്കാറുണ്ട്, മിക്സി ഇരിക്കുന്നു, ഇതൊക്കെ തന്നെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് അടുക്കളയിലുള്ളത്. ദോശക്കല്ലോ, ദോശക്കെടുക്കാം. കിട്ടി. അയ്യോ എന്ത് വെയിറ്റ് ഭയങ്കര. ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. എന്നാ ഗുരുവാണേ. കൊടുത്തിട്ടുണ്ട്. ദോശമാണ് പോയിട്ട് ഞാൻ പറഞ്ഞത് വേണം എന്ന് പറയും. നമ്മളൊന്നും കഴിക്കില്ല, എന്തും കഴിക്കാം. നമുക്ക് വെളിയിറങ്ങാം. ഇത് മഴ പിടിച്ചിട്ടേക്കാണല്ലോ. അപ്പം നമുക്ക് കുറ്റി ഉറങ്ങാൻ വയ്യ. ഞാൻ നേരെ ബാക്കോട്ട് പോകാൻ വെച്ചു. പിന്നെ എനിക്ക് എത്തുമല്ലോ എന്നൊക്കെ ഞാൻ ഇപ്പോൾ കുറ്റി തുറന്നിട്ട് കാണിക്കാം. അപ്പം നമ്മൾ കുറ്റി തുറന്നിട്ടുണ്ട്, നമുക്ക് വെളിയിറങ്ങാം. മഴ വെട്ടം. ഓക്കെ, നമ്മൾ വെള്ളി ഇറങ്ങിയിട്ടുണ്ട്, ചാടി ഇറങ്ങി. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ.